എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുടെ അല്ലെങ്കിൽ സമവായത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തുതീർപ്പിൻ്റെ ഒരു ഉപജ്ഞാതാവല്ല ഞാൻ, ഒരു സപ്പോർട്ടറല്ല ഞാൻ. അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ന് വരികിലും അതിനു വേണ്ടിയിട്ട് നമ്മുടെ സഭയിലെ ആത്മായ മുന്നേറ്റവും നമ്മുടെ വൈദികർ നടത്തുന്ന ശ്രമം, അതായത് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് അവർ നടത്തുന്ന ശ്രമത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ നിന്നുരുത്തിരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 5-ാം തീയതി മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും നമ്മുടെ വൈദിക സമിതിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. വൈദിക സമിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മുടെ ഫൊറോന വികാരിമാരും ഉണ്ടായിരുന്നു. അവരുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അകത്ത് നമ്മുടെ നേതൃത്വം, എറണാകുളത്തിൻ്റെ സൈഡ് അതിൻ്റെ അകത്ത് പങ്കെടുത്തവർ വളരെ സപ്പോർട്ടീവാണ്. എന്തെങ്കിലും നന്മ ഈ ചർച്ചകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിനുശേഷം നാളെ, അതായത് 19-ാം തീയതി, ജൂൺ 19-ാം തീയതി വീണ്ടും നമ്മളുടെ കംപ്ലീറ്റ് വൈദിക സമൂഹം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സർവ്വവൈദികരും കൂടി കല്ലൂർ റിന്യൂവൽ സെൻറ്ററിൽ വീണ്ടും ഒത്തുകൂടുന്നുണ്ട്. അഗെയിൻ മാർ തട്ടിലിൻ്റെ അധ്യക്ഷതയിൽ, മാർ പാമ്പ്ലാനിയുടെ നേതൃത്വത്തിൽ. 5-ാം തീയതി നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെയും തീരുമാനങ്ങളെയും ഒന്നുകൂടി വിശകലനം ചെയ്യാനും അതിന് ഒരു പൂർണ്ണ എഗ്രിമെൻ്റ് അരക്കിട്ടുറപ്പിക്കുവാനുമാണ് ഈ എല്ലാ വൈദികരുമായിട്ട്, നമ്മുടെ വൈദിക സമൂഹവുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. അത് നടക്കുന്നതാകട്ടെ അരമനയിലല്ല, നടക്കുന്നത് കലൂരിലെ നമ്മുടെ റിന്യൂവൽ സെൻറ്ററിൽ. പക്ഷേ പ്രശ്നം ഇതാണ്, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിക്കുന്നത് അതിന് കൽദായ ഒരു ഉപരോധം അവിടെ നാളെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഉപരോധം നടത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അതിന് പങ്കെടുക്കാൻ വരുന്ന വൈദികരെ ഹരാസ് ചെയ്യുക, അവരെ തടയുക എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. ആ നിലപാടിനോട് സപ്പോർട്ട് ചെയ്യുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു മനുഷ്യനും, ഒരംഗത്തിനും സാധ്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ 5-ാം തീയതി നമ്മൾ കണ്ടു, അവർ സാമാന്യം കൊള്ളാവുന്ന ഒരു ജനക്കൂട്ടത്തെ ഏത് മാർഗേനയെങ്കിലും അവിടെ വിളിച്ചു വരുത്തി. ചങ്ങനാശ്ശേരിക്കാരായ കൂലിക്കാർ, ചങ്ങനാശ്ശേരി പാലായി എന്നൊക്കെയുള്ള കൂലിക്കാരുണ്ടായിരുന്നു. എങ്ങനെയായാലും അവർ ന്യായമായിട്ടുള്ളൊരു ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയിരുന്നു 5-ാം തീയതി. നമ്മൾ സാധാരണ കാണാറുള്ള പോലെ 10-15 ആസാമികളല്ലായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് കൺസേൺ ആകേണ്ട ഒരു സംഗതിയാണ്. കാരണം അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തെ അവർ നാളെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ സംഘർഷമുണ്ടാകും. നമ്മുടെ വൈദിക സമൂഹത്തിന് അവിടെ കടന്നു ചെല്ലുവാനുള്ള വഴി അവർ തടയുമെന്നാണ്. കാരണം ഈ കൽദായർ യാതൊരു സമവായത്തിനും തയ്യാറല്ല, ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. മാർ പാമ്പ്ലാനിയും എറണാകുളത്തിൻ്റെ തലവനായ മാർ തട്ടിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഈ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയായിട്ട് ഉണ്ടാക്കരുത്, ഒരു സമവായവും ഉണ്ടാക്കരുത്, ഒരു ഒത്തുതീർപ്പും ഉണ്ടാക്കരുത് എന്ന കടും പിടുത്തത്തിലാണ് അവർ. ഓക്കെ, അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അവിടെ നാളെ ഉപരോധം നടത്തുന്നത്. പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നടത്തിക്കൂടാ. നമ്മുടെ അതിരൂപതയിലെ വൈദികർക്ക് നമ്മുടെ റിന്യൂവൽ സെൻറ്ററിൽ ഒത്തുകൂടാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതിനെതിരായിട്ട് അന്യരൂപതകളിൽ നിന്നും മറ്റും ഇവിടെ സമരക്കാർ വരുന്നതും ഇവിടെ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്നതും തികച്ചും അപലപനീയമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരും അതിനെതിരെ ശബ്ദമുയർത്തണം. അതിനെ തടയാനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് തടയേണ്ടിയിരിക്കുന്നു. ഇവരെ ഇങ്ങനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് നമ്മുടെ അരമനയിൽ നടന്ന ഒരു മാമോദിസയ്ക്ക്, കുർബാനയ്ക്ക് പോലുമല്ല, ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തിയ ഒരു മാമോദിസ കർമ്മത്തിന് വരെ ഇവർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി. നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് ശരിയല്ല. അവർ ശബ്ദം മുഴക്കുന്നു, അവർ പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. ഓരോ സ്റ്റെപ്പിലും നമ്മുടെ പള്ളികളിൽ കുർബാനയുമായി ബന്ധമില്ലാത്ത തിരുക്കർമ്മങ്ങൾ പോലും നടത്തുവാൻ സാധ്യമല്ലാത്ത ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സമവായത്തിൻ്റെ ആളല്ല. ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ നിലപാടിൽ വരുത്തരുത് എന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നിലപാട് അതാണ്. കാരണം ഈ കുർബാനയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന എന്ന ആ സമവായത്തിലെത്തിയാൽ നമ്മൾ അതോടെ തീർന്നു. അത് പ്രശ്നങ്ങൾ പിന്നീടും ബാക്കി വയ്ക്കുകയാണ്. നമ്മുടെ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടത് നമുക്ക് ഷൈജു ആൻ്റണി പറഞ്ഞ പോലെ ഒരു വെടിനിർത്തലല്ല, അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ ഒരു സമവായമല്ല. നമുക്ക് വേണ്ടത് ഒരു ഫൈനൽ സൊല്യൂഷനാണ്, ഒരു ഫൈനൽ തീരുമാനം. ഈ പ്രശ്നത്തിന് ഒരു അന്ത്യം ഉണ്ടാകണം, അവസാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇവിടെ സമാധാനം സംജാതമാവുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.